Welcome to the eWell News. Sponsored by eWell Online and Home Shop. ഈ രാപ്പകൽ സമരത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ മണ്ഡലം പ്രസിഡന്റും ഇപ്പോഴത്തെ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവും കൂടിയായ ശ്രീ ആന്റോ പോളിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വന്നിട്ടുള്ളത് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാനിയാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ ശ്രീകുമാർ, വി വേണുഗോപാൽ, പി കെ രാജൻ, സ്റ്റീഫൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റുമാരായ ആർ എം ബഷീർ, നേതാക്കളെ, സഹപ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് നേതാക്കളെ, സഹപ്രവർത്തകരെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഇതിന്റെ അധ്യക്ഷൻ ശ്രീ ഷാനി അവർകളെ ഈ സദസ്സിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യും. നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടാം ഘട്ട സമരമാണിത്. ആദ്യഘട്ട സമരത്തിൽ ഒരു മാസം മുന്നേ നമ്മൾ നേതൃത്വം കൊടുത്ത് നടത്തിയ സമരത്തിൽ കേച്ചേരിയിൽ നിന്നും നമ്മൾ പ്രതിഷേധ പ്രകടനവുമായി കേച്ചേരി പാലത്തിൽ ചെന്ന് റീത്ത് സമർപ്പിക്കുകയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനവും മറ്റും നടത്തുകയുണ്ടായി. കേരളത്തിലൊരു സംസ്ഥാന പാത, അത് ഈ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ അറിയാം, അത്രയധികം വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ്. ആ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് എന്നും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രദേശമാണ് ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഈ സ്ഥലം. ഇത് മണലൂർ നിയോജക മണ്ഡലത്തിന്റെ ചൂണ്ടൽ പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലവുമാണ്, സംസ്ഥാന പാതയുടെ ഭാഗവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല കരാറുകളും മറ്റും എല്ലാം നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ കരാറുകാരുമായി ആ വർക്ക് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഏകീകരണം നടത്തുന്നതിനും കരാറുകാരെ കൊണ്ട് ആ വർക്ക് നടത്തിപ്പിക്കുന്നതിനും അതിനുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിനും ഇന്നുവരെ നമ്മൾ മണലൂർ MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം. നിങ്ങൾക്കുമൊക്കെ അറിയാവുന്നതുപോലെ ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവാദവും നിർമ്മാണവും ഒക്കെ കുറെ വർഷങ്ങളായി കേച്ചേരിക്കാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സ്റ്റാൻലി എന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ എൻ്റെ ഡെസ്റ്റിഗേഷൻ പറയുകയുണ്ടായി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അത് അന്ന് അക്കാലത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഈ പ്രദേശത്തെ പരാതി എന്തായിരുന്നു? ഈ പ്രദേശത്തെ റോഡിൽ കുഴിയുണ്ടെന്നല്ലായിരുന്നു പരാതി, ഈ പ്രദേശത്തെ റോഡ് തകർന്നു എന്നല്ല പരാതി. കേച്ചേരിയിൽ അന്നത്തെ പരാതി, കേച്ചേരി കൂടെ യാത്ര ചെയ്യണമെങ്കിൽ ട്രാഫിക് ബ്ലോക്കാണ്, ഗതാഗത കുരുക്കാണ്. ആ ഗതാഗത കുരുക്കഴിക്കാൻ വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരളം ഭരിക്കുന്നു. മരണപ്പെട്ടുപോയ ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്ന് ഈ പ്രദേശത്തെ MLA ശ്രീമാൻ PA മാധവേട്ടൻ അടക്കമുള്ള ആളുകൾക്കെതിരെ 101 ദിവസം മലയാള ദിനപത്രം 101 ദിവസം ഈ റോഡിനെ കുറിച്ചെഴുതി, ഈ റോഡിൽ വണ്ടികൾ വരുന്നതിന്റെ എണ്ണത്തെ കുറിച്ചെഴുതി 101 ദിവസം ആ പ്രാദേശിക ലേഖിന് അവാർഡ് കൊടുത്തൊരു കാലഘട്ടം നാം ഒന്ന് ഓർത്തു നോക്കണം. ഏതെങ്കിലും ഒരു പത്രക്കാരനെ ഒരു കോളം നീക്കി വെക്കാനുണ്ടായി. ഈ റോഡിൽ ഗതാഗത കുരുക്കുണ്ടെന്ന് പറഞ്ഞ് സമരം നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരന്റെ വായിൽ എന്റെ പഞ്ചസാരയിട്ട് വെച്ചിരിക്കുകയാണോ? അവന്റെ വായ ഉറക്കുന്നില്ലല്ലോ. അവന്റെ മുഖ്യമന്ത്രി, ഇരട്ടച്ചെങ്ക മുഖ്യമന്ത്രി, ഒന്നല്ല രണ്ടാം തവണ മുഖ്യമന്ത്രിയായി. എന്നിട്ടെന്റെ കേച്ചേരിയും ചൂണ്ടലും മഴുവഞ്ചേരിയും ഉൾപ്പെടുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ ഭാഗം എന്റെ റിപ്പയറിലേക്കോ പുനർനിർമ്മാണത്തിലേക്കോ പോകാഞ്ഞത് ഫണ്ട് അനുവദിക്കാതെയാണോ? രണ്ട് റോഡുകളുടെ നിർമ്മാണം വളരെ കൃത്യമായി പറഞ്ഞാൽ രണ്ടാം പിണറായി സർക്കാർ വന്ന് 2021 സെപ്റ്റംബർ മാസത്തിൽ ഓൺലൈനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ റോഡിന്റെ നിർമ്മാണം ഉദ്ഘാടനം നടത്തി. അതേ ദിവസം തന്നെ ഉച്ചതിരിഞ്ഞ് ആ ഡിസംബർ മാസത്തിൽ ഒരു സായാഹ്നത്തിൽ മുണ്ടൂർ സെന്ററിലെ നെഹ്റു മണ്ഡപത്തിൽ വെച്ച് AC മൊയ്തീനും മുരളി പെരുന്തലിയും സേവ്യർ ചിറ്റലപ്പിനെയും അതുപോലെ തന്നെ P ബാലചന്ദ്രൻ അടക്കമുള്ള 4 MLA മാർ പങ്കെടുക്കുന്ന പ്രാദേശിക ഉദ്ഘാടനം കഴിഞ്ഞല്ലോ.
എന്റെ നാലുവരിപ്പാത എവിടെ പോയി? ഈ നാലുവരിപ്പാതയുടെ പ്രവർത്തനം എവിടെ പോയി എന്നാ പൊതുജനം ചോദിക്കുന്നത്. 500 കോടി രൂപയാണല്ലോ തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട 2 സംസ്ഥാന പാതകൾക്ക് വേണ്ടി നീക്കി വെച്ചത്. ഒന്ന് തൃശൂർ കുറ്റിപ്പുറം പാത, മറ്റൊന്ന് ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ പാത. രണ്ടിന്റെയും നിർമ്മാണം നിങ്ങൾ ആരംഭിച്ചതല്ലേ? 1.5 മാസം നിർമ്മാണം നടന്നുവോ? പ്രിയമുള്ളവരെ, 229 കോടി രൂപയുടെ ജർമ്മൻ ഏജൻസിയുടെ സഹായമാണ് ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ റോഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടത്.